ഇന്നലെ നമ്മള് 5 ഡിഗ്രിയിലാണ്. ഇന്നത്തെ അറിയോ -3 ഡിഗ്രിയിലാട്ടോ. വല്ലാതെ മതി. -3 ഓ ഓരോരുത്തർ ബ്ലാങ്കറ്റ് നോക്കിയ 5 ബ്ലാങ്കറ്റ് ഇട്ട് ഒരുത്തം കിടക്കണേ. ഇവിടെ 3 ബ്ലാങ്കറ്റ്, ഇന്റെ അടുത്ത് 2 ബ്ലാങ്കറ്റ് വിറച്ചിട്ട് നിന്നലെ ഇത് അടിക്കണില്ലല്ലോ റബ്ബേ ചെയ്തത്. ആണോ ചാവിരില്ല വല്ലാത്ത വെയിലുണ്ട്. എന്തൊരു തണുപ്പുന്നാ. പക്ഷെ ഐസ് കട്ടൊക്കെ കാണാനല്ല. -3 കാണിക്കണേ. ശരിക്കും നല്ല ടെമ്പറേച്ചർ ഉണ്ട് കേട്ടോ. കുറച്ചൊന്ന് സമാധാനമായി ഗൈസ്. സമയം ഒരു 8 മണിയൊക്കെ ആയപ്പോത്തിന് ഏകദേശം 2 ഡിഗ്രി എത്തി. -2 വെറും 2 എത്തി. വെയിലുണ്ട് എന്നിട്ടൊന്നും കാര്യല്ല. ചായ അടിച്ചോട്ടോ. 60 തന്നെ പുറത്തൊക്കെ റൂമൊക്കെ ഉണ്ടെങ്കിൽ വല്ലാത്ത മതി. 4-5 ബ്ലാങ്കറ്റ് ഒക്കെ കടന്നു തുടങ്ങിനെ. അങ്ങനെ റോഡ് ചാലുമായി വണ്ടികളൊക്കെ പോലെ തുടങ്ങി. ഇവിടെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ റൂം. അത് കഴിഞ്ഞാൽ ഇവരൊത്തുമില്ല. ഫുള്ള് ഇതേപോലെ റോഡാണ്, സാധാ മരുഭൂമി റോഡ്. ഈ റോഡ് കിട്ടണമെങ്കിൽ നമുക്ക് ജിസ്പ് എത്തണം. ജിസ്പല്ലേ? ജിസ്പൊക്കെ എത്ര കിലോമീറ്റർ? 50 കിലോമീറ്റർ അല്ലേ? 80 കിലോമീറ്റർ ഉണ്ടാവും. എത്ര റോഡുണ്ട് നമുക്ക് പോകാനുള്ള സ്ഥലങ്ങൾ? അവിടെ ബോർഡ് കണ്ട അവിടെ ക്ലിയർ ആവത്ത്. കിലോക്ക് 170 കിലോമീറ്റർ, മണാലിക്ക് 170 കിലോമീറ്റർ ഓടാണ് കേട്ടോ. 200 കിലോമീറ്റർ ഒന്നും ഓടാണ്ടപ്പോ. കറണ്ടും കുറവുണ്ടല്ലോ. സോളാറിലാണ് അധികം സാധനങ്ങൾ. സോളാറിന്റെ കുഴപ്പമുണ്ടെങ്കിൽ ചാർജ് കിട്ടും. രാവിലെ തന്നെ ഫുൾ ചാർജ് ആകുമ്പോൾ നല്ല വെയിലുണ്ട്. വണ്ടി താട്ടോ. വണ്ടി തന്നെ ഇവിടെ കൊണ്ട് സൈഡാക്കി ഇട്ടിക്കണേ. നമ്മുടെ റൂമിന്റെ അടുത്ത് സാധനം നടക്കാൻ കഴിച്ചിട്ടുണ്ട്. തണുത്തിട്ടുന്നല്ലേ മേൻ കയറാൻ കടന്നുറങ്ങിക്കണേ. മതിയില്ലേ? എത്രത്തോളം മതി ശ്രമിച്ചത്. ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചാണ്ട് ഇവിടെ ഒട്ടിച്ചില്ല. നാട്ടിൽ കൊട്ടക്കണക്ക് അടിച്ചാണ്ട് കൊറേ അടിച്ചോന്നില്ല. അല്ലേ വെറുതെ ഞാൻ സംഭവത്തില് സ്റ്റിക്കറിന്റെ അടി നിച്ചില്ല. സ്റ്റിക്കർ അടിച്ചില്ല ചോദിച്ചു. എന്ത് സ്റ്റിക്കർ ഇവണ്ട് കാണിച്ചു സ്റ്റിക്കർ തന്നെ പുറലോകം കണ്ടിട്ടില്ല അവനെ. അതേമാതിരി ഓടി ഒട്ടിച്ചാതെ കൊണ്ടുവരണം. ചാർജർ ഓൺ ആക്കി. ചാർജർ -2 ഡിഗ്രി നിന്ന് 3 ഡിഗ്രി അഹങ്കാരാണ് അവന്. നീച്ചിൽ ഞാൻ പുറപ്പിനുള്ളത് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അച്ചാറുണ്ട് നല്ല അതാണ് മിക്സ് വെജിറ്റബിൾ പിക്കിൾഡ്. ചൂടുള്ള വേണോ? അവിടെ ചൂടുള്ള ഫ്ലാസ്കിൽ എടുത്താ. ഫുഡ് അടി കഴിഞ്ഞു. തണുപ്പ് ചെറിയൊരു കുറവുണ്ട് വെയിലെത്തുക്കുമ്പോ. അവിടെ കണ്ടോ 2 അമ്മച്ചിമാർ ഇതാക്കണ യോഗയാണ്. അവിടെ യോഗയാണ് രാവിലെ തന്നെ. ഇവിടെ വേറെ ടീം വന്നാണ് ഫുഡ് അടിക്കണേ. മാറൂഫും ചെയ്യണ്ടോ യോഗ എപ്പഴുന്നേ? വെയിലുണ്ട് പക്ഷെ ചൂട്. അത്യാവശ്യം ഓടാണ്ടോ. 200 കിലോമീറ്റർ ഓടി. അതുകൊണ്ട് തന്നെ ഭൗതിക ഊടിയും പെട്രോൾ പമ്പില്ല. രണ്ടിലും 5 ലിറ്റർ പെട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ഫുള്ളാക്കാൻ ആൾക്കാരും. ബാക്കി പമ്പത്ത് നോക്കാല്ലേ. പമ്പ് കിട്ടില്ല അതിനടി കിട്ടായിരിക്കും. പോയ കഥ ഞങ്ങൾക്ക് ഇറങ്ങാനായി. സമയം എത്ര വഹിക്കുന്നത് പോരെ? സ്റ്റിക്കർ ഒട്ടിക്കണേ? പൈസ നമുക്ക് ഒട്ടിച്ചോ? ഫ്ലൈ ഗിയറിന്റെ ആദ്യത്തെ സ്റ്റിക്കർ ഇത് അവിടെ പതിഞ്ഞാണ്. ഓന് കമ്പനിക്ക് ഞാനിത് അവിടെ കിടക്കട്ടെ. അങ്ങനെ ഞങ്ങളും അമ്മച്ചിന്റെ ഇതിന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടോ. അങ്ങനെ സർച്ചു പാസിനോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ പോവാണ് ഗൈസ്. ഇന്ന് ഇൻഷാ അല്ലാഹ് മണാലി എത്തുന്നതാണ് കരുതുന്നത്. വലിയ ദൂരമൊന്നുമില്ല. 200 കിലോമീറ്റർ. ഇന്നലെ നമ്മൾ 270 കിലോമീറ്റർ നമ്മൾ ഓടിക്കണേ. ഇന്ന് അത്ര ഒന്നും ഓടാല്ല. ഏതാ നോക്കാം. ഓ ഞങ്ങള് അവിടുന്ന് വന്നത്. ഇവിടെ എത്തിയപ്പോ തന്നെ വാട്ടർ ക്രോസിംഗ് ആയിട്ടോ. വെള്ളം പണിയാണ്. ഓരോരോ വണ്ടി വെച്ച് ഇറക്കണേ. സംഭവം ഈ പാലം ഇവിടെ ഓപ്പൺ ആണെങ്കിൽ ഇതിപ്പോ സിമ്പിളായിട്ട് പോകുന്നത്. ഈ പാലം ഒരു ക്ലോസ് ആക്കി ഇട്ടിക്കണം. നാട്ടിലെ കളഞ്ഞത് അത്യാവശ്യം നല്ല വാട്ടർ ക്രോസിംഗ്. ഈ ഏരിയയിലാണ് നമ്മൾ താമസിച്ചതിന്. ഇവിടെ കുറഞ്ഞ ഭാഗം മാത്രമേ ഉള്ളൂ ഇതേപോലെ വീടുകളിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒന്നുമില്ല, മരുഭൂമി മാത്രം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. നമ്മളങ്ങനെ ബാരനാച്ചിന ഫോസിലെത്തിട്ടോ. 16,040 ഫീറ്റ് ഹൈറ്റ്. പറഞ്ഞു വരുവാണ്. എന്നാലും ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്ത് കളിച്ചു. ഫോട്ടോ എടുക്കാൻ പെരുന്തർക്കട്ടോ. ഞങ്ങൾ ടീമിനോടെ നമ്മള് സ്വീറ്റ് ചേട്ടന്റെ വണ്ടിയില്ലേ, ആ സന്ധ്യമാർക്ക് വണ്ടിനോട് അതിനായിട്ട് വെച്ചോ. അങ്ങനെ നമ്മളെ കുറച്ച് ഫോട്ടോ കിട്ടിട്ടോ. ഇവിടെ പെരുന്തരക്കാണ്. ഇവിടെ ബോർഡിന് വീട്ടിലൊരു ബോർഡും അത് നമ്മൾ തിരക്കട്ടെ. നമുക്ക് ഓണാടിക്ക് എത്തണം. അത്യാവശ്യം ഓടാൻ കേട്ടോ. പോണ പോക്കില് കുറെ ആക്സിഡന്റ് ഉണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു ആക്സിഡന്റ് ഉണ്ടില്ല കേട്ടോ. ഇത് തോട്ട് അടീക്കട് പോകുന്നുണ്ട്. വലിയൊരു ഇതിക്ക് എത്രോനായെന്നോ, ഒരു ലോറി എണ്ണ കിടക്കുന്ന കാലത്ത് കൈകാട്ട മാതിരി. അവിടുന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങി താഴെ എത്തിട്ടോ. താഴെ മഞ്ഞാല വിദൂരതയിലായിട്ട് ഇനി നമുക്ക് ഒരിക്കലും മഞ്ഞുമല കാണൂല. കാരണം നമ്മള് ഹൈറ്റ് കുറഞ്ഞു വരുവാണ്. അതുപോലെ ഫുഡ് രാവിലെ കഴിച്ച ബ്രെഡ് ഓംലെറ്റ് ഒന്നും ആയില്ല. എന്തെങ്കിലും ഉണ്ടാക്കത്തില്ല. ഫായ്സിന്റെ സ്റ്റിക്കർ വീണ്ടും ആരും ഒട്ടിക്കാത്ത വഴികളിൽ നടക്കുന്ന ഫായ്സ്. എല്ലാവരും പുറത്തൊടിക്കുമ്പോ ഫായ്സതാ വലിയ സ്റ്റിക്കർ ഉള്ളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഒന്നാമത് ഒട്ടിച്ച സ്ഥലമല്ല പുറത്ത്. അപ്പൊ നമ്മള് ബ്രെഡ് ഓംലെറ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അഞ്ഞ് വിടാൻ ഞാൻ പറഞ്ഞത്. ദീദി റെഡി. നമ്മളെ യൂട്യൂബ് പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? യൂട്യൂബിൽ ഇട്ടില്ല ശരിയാക്കി തരാം. അങ്ങനെ 101 വ്യൂസ് ആയി. യൂട്യൂബിൽ ഇട്ടില്ല ശരിയാക്കി തരാം. നോക്കിക്കോട്ടോ, ഒന്ന് രാത്രി വരും. കേരള സാർ താങ്ക് യു. താത്താന്റെ കടന്റെ വീഡിയോ കിടാൻ പറഞ്ഞു. ഇവിടെ നമ്മള് സ്റ്റിക്കർ ഇടിച്ചു. ഫുള്ള് സ്റ്റിക്കർ ആർക്കെങ്ങനെ കയറുന്ന ഉടനെ ബ്രെഡ് ഓംലെറ്റും ചായയും കുടിച്ചിട്ട് 200 പൈസ എല്ലാവരും കുറവാണ്. അത് രസം. നമ്മള് അതിലൊന്നിന് മുട്ട എക്സ്ട്രാ ഇട്ട് തരും. എന്നിട്ടും പൈസ കുറവാണ്. ലാസ്റ്റ് കാട്ടും ഇവിടെ നിന്ന് വരുമ്പോ ഞങ്ങള് ശിങ്കുല പാസിക്ക് പോകട്ടെ. അതിൽ ചെറിയൊരു വാട്ടർ കോഴ്സ് നല്ല ഉരുളക്കല്ലും കിട്ടണം. ഞാൻ ഒന്ന് നടന്നതാണ്. അവർ പൈസ വണ്ടിരിക്കുന്നു. അവർക്ക് അതാ പോകാം.
ഞാനേ എന്ത് ഇല്ലല്ല അവനക്ക് സിക്ക് ഭയങ്കര സിക്ക് ഓട്ടമില്ല ബൈക്ക് ഞാൻ എടുത്തിട്ട് റിട്ടേൺ വന്നു. Guys, അങ്ങനെ നമ്മളെ ടീം വലുതായിട്ടോ. ഇത് അയർലണ്ടന്റെ വണ്ടിയാണ്. നമ്മുടെ വണ്ടി അവിടെ ഒരു വണ്ടി കൂടെ. ഇനി നമ്മള് സ്റ്റേൽ എല്ലാവരും പാടെ കുടിക്കട്ടോ. നമുക്ക് പോയേക്കാം. ഇത് ആഴ്ചയിൽ ചേർത്തറേ ഇതോ ഹിമാചലിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ബ്രിഡ്ജ്. അതായത് മണാലിയും ഹിമാചൽ പ്രദേശും മണാലിക്ക് ഇവിടുന്ന് കയറുന്ന വലിയൊരു പിടിച്ചാട്ടത്. അങ്ങനെ റൂം സെറ്റ് ആയിട്ടോ. റൂം സാധനമൊക്കെ ഇറക്കി അയർലൻഡിന്റെ ഇപ്പൊ നല്ല മാഗി പ്രിപ്പറേഷനിലാട്ടോ. ഓല് എത്ര ആളാ? 4 നാലും നമ്മള് 3 ആള്. അങ്ങനെ 3 റൂം എടുത്തിട്ടുണ്ട്. 50 നല്ല റൂം കിട്ടോ. 1000 റുപ്യക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റപ്പ് റൂം. മാഗി പോ